ഇവനാണ് കർത്താവിന്റെ കോൾ റെക്കോർഡ് ചെയ്ത അപ്പോസ്തോലൻ. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ആ മുന്നിലിരിക്കുന്ന തലയിൽ തുണിയുമിട്ടിരിക്കുന്ന കുഞ്ഞാടുകൾ രണ്ട് കൈയും പൊക്കി കൊരവള്ളി പൊട്ടുമാറ് ഒരു സൂത്രം പറഞ്ഞാട്ടെ. സൂത്രം സൂത്രം. എൻ്റെ ദൈവമേ, ഞങ്ങൾ എന്തൊക്കെ കാണണം? നീ ഇതൊന്നും കാണുന്നില്ലല്ലോ. നീ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ തൊണ്ടത്തൊഴിലാളികൾ ഇതുപോലെ തട്ടിട്ടിവിടെ കിടന്ന് തുള്ളുമായിരുന്നു. ആത്മീയ ലോകത്ത് വിശ്വാസികളെ ഊഞ്ഞലാക്കുവാൻ നടക്കുന്ന പലയിനം മോന്മാരെ നാം കണ്ടിട്ടുണ്ട്. അവന്മാരുടെ എല്ലാം ഉടായ്പ് ഞങ്ങൾ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് അവന്മാരുടെ കച്ചവടം തന്നെ നമ്മൾ പൂട്ടിച്ചിട്ടുണ്ട്. ചിട്ടിപൊട്ടി പെണ്ണും പിള്ള ഞരമ്പ് കണ്ടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ വചനക്കച്ചവടത്തിനിറങ്ങി തടിച്ചു കൊഴുത്ത തീവട്ടി തങ്കുവും ലവന്റെ പിടിച്ചുവെപ്പുകാരൻ തോമസ് കുട്ടിയും, അപ്പനെ മാതൃകയാക്കി മകൻ കൊച്ചുതീവട്ടി കാച്ചട്ടയും ഒക്കെ ഇട്ട് കോടികൾ അക്കൗണ്ടിൽ ഇറക്കിക്കൊടുക്കുവാൻ നമസ്തേ എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ കാച്ചട്ടയൂരി നമ്മൾ കണ്ടം വഴി ഓടിച്ചു. തീർന്നില്ല. പെരുവിരലിൽ കുത്തിരുന്ന് സുവിശേഷം കാച്ചുന്ന ഉണ്ടക്കുഞ്ഞുമോൻ, സോറിയാസിസ് ഭേദമാകാതെ അത് മറയ്ക്കുവാൻ ഇപ്പോൾ താടി നീട്ടി വളർത്തി മേക്ക് ഓവർ ചെയ്ത അപ്പോസ്തോലൻ ചൊറിയൻ ബാച്ചർ ജോൺ താരു, അമറി എരുമയെപ്പോലും നാണിപ്പിക്കുന്ന പെണ്ണുപിടിയൻ ബിനു വാഴമുട്ടം, കുടുംബം കലക്കി അനി ജോർജ്, രോഗസൗഖ്യവും അല്പം വ്യഭിചാരവുമായി നടക്കുന്ന വാച്ചർ സജിത് ജോസഫ്, തങ്കമണിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയരികിലുള്ള വേലിപ്പത്തലിൽ എത്ര കൊന്നക്കാലുകൾ ഉണ്ടെന്ന് അകക്കണ്ണുകൊണ്ട് പ്രവചിക്കുന്ന ഫോറൻസിക് പാച്ചർ തെറിയൻ ടിജോ തോമസ്, ഭാര്യയും ഭർത്താവും മാത്രമല്ല മക്കളുമടക്കം കുടുംബമായി വചനക്കൊള്ള നടത്തുന്ന ഡാമിയനും പൊണ്ടാട്ടി ക്ഷമ ഡാമിയനും, കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന ഭൂലോക ഉടായ്പ് ജെറിൻ ചെരുവിള. അങ്ങനെ എത്രയെത്ര വചനക്കൊള്ളക്കാരന്മാരുടെ കളസം നമ്മൾ പരസ്യമായി ഊരിയെടുത്ത് അയയിലിട്ടു. എന്നിട്ടും ഞങ്ങളെ ഒന്ന് പറ്റിച്ചിട്ട് പോ പാച്ചറേ എന്നും പറഞ്ഞ് ഇവന്മാർക്ക് വീണ്ടും വീണ്ടും കച്ചവടത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന മൊണ്ണക്കുഞ്ഞാടുകൾ ഈ നാട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇവന്മാർ ഇന്നും ആ പഴയ പണിയുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ പഴയതുപോലുള്ള കച്ചവടമെല്ലാം പൊളിഞ്ഞു. ഇവന്മാർക്കൊക്കെ ഏതാണ്ട് അടക്കമായി. ഈ മോന്മാർ വല്ല മൈക്കാട് പണിക്കും പോയി തുടങ്ങിക്കാണും എന്നോർത്തിരിക്കുമ്പോഴാണ് പിടിച്ചതിലും വലിയൊരു തരുത മാളത്തിൽ ഇരുന്ന് തല നീട്ടുന്നു. അവനെ നമ്മൾ ഇന്നെടുത്ത് പുറത്തിടുകയാണ്. കൊട്ടാരക്കരയിലൂടെ മൂക്കളയും ഒലിപ്പിച്ച് കീറിയ നിക്കറുമിട്ട് നടന്ന ഒരു കാവറിക്കിച്ചക്കൻ ഇന്ന് അവനെ സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലൻ അഥവാ പ്രവാചകൻ എന്നാണ്. പക്ഷെ ഇവനെ നാട്ടുകാർ വിളിക്കുന്നത് അപ്പോസ്തോലൻ എന്നാണ്. ഒരു സൈഡ് വാരം കൈകൊട്ടിപ്പാട്ടും പരിപാടിയുമായി നടന്ന ഇവനെ വളർത്തിവിട്ടത് ഒരു ആഭാസൻ മന്ത്രിയാണ്. ആദ്യ ഭാര്യയുടെ അടികൊണ്ട്, സീരിയൽ നടിയുടെ കെട്ടിയവന്റെ അടികൊണ്ട് ചുരുണ്ട ആ മന്ത്രി നല്ലൊരു അഭിനയ തൊഴിലാളി കൂടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ വോട്ട് പിടിക്കാൻ പോയപ്പോൾ ആ നടൻ പറഞ്ഞു, ഈ പാച്ചര് പ്രവചിച്ച പോലെ തന്നെ എനിക്ക് വോട്ട് കിട്ടി ജയിച്ചെന്ന്. ആ വീഡിയോ വൈറൽ ആയതോടെയാണ് ഈ അപ്പോസ്തോലന്റെ ശുക്രദശ തുടങ്ങിയത്. ലോകത്തിൽ ഇന്ന് വരെ ഒരു വചനത്തൊഴിലാളിയും ഒരു തൊണ്ടത്തൊഴിലാളിയും കാണിക്കാത്ത ധൈര്യമാണ് ടിനു ജോർജ് എന്ന ഈ തൊണ്ടത്തൊഴിലാളി കാണിച്ചത്. അതുകൊണ്ട് സ്വത്രം പറയാനും കൈയടിക്കുവാനും കുറെ ജന്മങ്ങൾ. എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇതുപോലെ ധാരാളം അപ്പോസ്തോലന്മാരും കള്ളപ്രവാചകന്മാരും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ്. ഐ ആം ആൻ അപ്പോസ്റ്റൽ. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, മൈ വേർഡ് ഈസ് പവർഫുൾ. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ ദ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ദാറ്റ്. ഐ ആം ആൻ അപ്പോസ്റ്റൽ. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, മൈ വേർഡ് ഈസ് പവർഫുൾ. തേങ്ങാക്കൊല. എന്നാ നിന്റെ തലയിലെ കഷണ്ടി മാറ്റി ഒന്ന് മുടികളിർപ്പിക്കടേ, ആ വെള്ളെഴുത്ത് മാറ്റി ആ കണ്ണട ഊരിയെറിഞ്ഞു കളയൂ എന്ന് ഞങ്ങൾ മുൻപ് പറഞ്ഞപ്പോൾ ഹെയർ ക്രാഫ്റ്റിൽ പോയി രഹസ്യമായി ഇവൻ വിഗ് വെച്ചു. പഴയ ആ ഫോട്ടോയും പുതിയ ഫോട്ടോയും കാണുക. അളിയൻ വിഗ് വെച്ചാണ് ഇപ്പോൾ നടപ്പ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒന്നും കളിയല്ല കേട്ടോ. നല്ല കാശ് കൊടുത്ത് നല്ല ഒന്നാന്തരം വിഗ് വെച്ചതാണ്. സൂത്രം സൂത്രം. പക്ഷേ
കണ്ണാടി വെക്കാതെ വാച്ചാൻ പറ്റത്തില്ല കേട്ടോ. എന്നാൽ ഈ അപ്പോസ്തോലിയൻ നാട്ടുകാരുടെ കാഴ്ചയില്ലാത്ത എല്ലാ കണ്ണുകൾക്കും കാഴ്ച നൽകും കേട്ടോ. കേരളത്തിലെ കുപ്രസിദ്ധ കള്ളപ്രവാചകന്മാരിൽ ഒരാളും വിശ്വാസികളുടെ പണം മേടിച്ച് കോടീശ്വരന്മാരായവരിൽ പ്രധാനിയും സ്വയം അപ്പോസ്തോലിയനായി വിരാജിക്കുന്ന കുപ്രസിദ്ധനായ ഒരു തൊണ്ടത്തൊഴിലാളിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിഡ്ഢികളാക്കപ്പെടുന്നത് സ്വയം വിശ്വാസികൾ എന്ന് വിളിക്കുന്ന പെന്തക്കോസ്തുകാരാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികളുടെ മനസ്സിൽ ഭയവും ഭീതിയും വിതച്ച് കൂടെ നിർത്തുകയും പ്രവചനം, അത്ഭുത രോഗശാന്തി, ശാപം മുറിക്കൽ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കൽ, ബന്ധന വിടുതൽ മുതലായ ചെപ്പടി വിദ്യകളുമായി പൊട്ടന്മാരായ വിശ്വാസികളെ ഊറ്റിപ്പിഴിഞ്ഞ് കുളയട്ടകളെ പോലെ കൊഴുത്തു വീർത്ത കുറെ കള്ളപ്പാച്ചർമാർ. ഇവറ്റകൾ കാണിക്കുന്ന ചെപ്പടി വിദ്യകൾ കണ്ട് ആ മാസ്മരിക ലോകത്ത് വെച്ചടി കയറ്റം സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ ഉണ്ണാക്കന്മാരായ മുണ്ണക്കുഞ്ഞാടുകളുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. പക്ഷേ ആത്മീയാന്തത ബാധിച്ച പെന്തക്കോസ്ത് സമൂഹം ഇവനെപ്പോലെയുള്ള കാട്ടുകള്ളന്മാരെ തീറ്റിപ്പോറ്റുവാൻ, ശതകോടികൾ സമ്പാദിച്ചു കൊടുക്കുവാൻ, രമ്യ ഹർമ്മ്യങ്ങളിലും മുന്തിയ വാഹനങ്ങളിലും തുടരെയുള്ള വിദേശയാത്രകളും നടത്തുവാനും സുഖലോലുപതയോടെ ജീവിക്കുവാനും വേണ്ടുന്ന പണം ഉണ്ടാക്കി കൊടുക്കുവാൻ മത്സരിക്കുകയാണ് തമ്മിൽ. പണം കുമിഞ്ഞു കൂടി കഴിയുമ്പോൾ ഇവനൊക്കെ സ്വയം തോന്നുകയാണ് ഞാനൊരു രാജാവാണ്, പ്രവാചകനാണ്, അപ്പോസ്തോലനാണ് എന്നൊക്കെ. ആ വീഡിയോയിൽ ഈ കാബർക്കിയുടെ ആ മുഖഭാവം നിങ്ങൾ കണ്ടോ? എന്തൊരു അഹന്തയും അഹങ്കാരവുമാണ് ആ മുഖത്ത് കളിയാടുന്നത്. ഞാൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും, ഞാൻ ആവശ്യപ്പെട്ടാൽ സൗഖ്യമായിരിക്കും, ഞാൻ അടച്ചാൽ അടഞ്ഞിരിക്കും. അതെ, ഇവൻ്റെയൊക്കെ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് നാം ഈ കണ്ടത്. ഇനി ടിനു എന്ന കള്ളപ്രവാചകന്റെ മറ്റൊരു വീഡിയോ കാണുക. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ദൈവം തമ്പുരാൻ ഈ കള്ളന്റെ മുറിയിൽ ചെന്ന് സംസാരിച്ചെന്ന്, അവനത് റെക്കോർഡ് ചെയ്തെന്ന്, മലയാളത്തിലാണ് സംസാരിച്ചത് അത്രേ. അതും കേട്ട് കയ്യടിച്ച് സ്വത്രം പറയുവാൻ കുറെ മൊണ്ണകളും. സാമാന്യ ബോധം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവറ്റകളെ മൊണ്ണകൾ എന്ന് വിളിക്കുന്നത്. ദയവായി എന്നോട് വിരോധം തോന്നരുത്. ഇതൊക്കെ കേട്ടാൽ തോന്നും ദൈവം ഇവന്റെയൊക്കെ വേലക്കാരനാണെന്ന്. ഇവൻ പറയുന്നത് കേട്ട് തുള്ളുന്ന, ഇവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കൂലിക്കാരന്റെ റോളാണത്രേ ദൈവത്തിന്. ഇവൻ മാത്രമല്ല, ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ ടെലി ഇവാഞ്ചലിസ്റ്റുകളും ഫോറൻസിക് പാച്ചർമാരും കള്ളപ്രവാചകന്മാരും കുറെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷകരും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായ വിശ്വാസികളുടെ ധനം അപകരിച്ചവനെല്ലാം ചീർത്ത് വീർത്ത് അഹങ്കരിക്കുന്നു. വിശ്വാസികൾ നൽകുന്ന പണത്തിൽ നല്ലൊരു ശതമാനവും പാച്ചർമാർ വിഴുങ്ങുന്നു. കുറെ പണം കല്ലും കട്ടയുമായി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നു. പേരിനു വേണ്ടി നക്കാപ്പിച്ച മാത്രമാണ് സാധുക്കളെ സഹായിക്കുവാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വിഡ്ഢിയായ വിശ്വാസിയുടെ പണം യാതൊരു ഉപകാരവുമില്ലാതെ ഈ അപ്പോസ്തോലിയന്മാർ തിന്നു തീർക്കുന്നു. വചനകൃഷി ഭീകരമായ ഒരു വ്യവസായമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവുമായും ആത്മീയതയുമായും യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഈ കള്ള ബഡുബുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വയം പൊങ്ങികളായവന്മാർ ഇവരുടെ രാജ്യവും ശക്തിയും മഹത്വവും വർദ്ധിപ്പിക്കുവാൻ നെട്ടോട്ടം ഓടുന്നു. ഇവരാരും ജനത്തിന് ദൈവവചന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ രോഗത്താലോ സാമ്പത്തിക പ്രയാസത്താലോ മാനസികമായ ബുദ്ധിമുട്ടിനാലോ അടിപതർ നിൽക്കുന്ന ജനത്തിന്റെ വികാര വിചാരങ്ങളെ ചൂഷണം ചെയ്ത് മുതലെടുക്കുന്ന കാബാലികരാണ് ഇവർ. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേസമയം ഇവന്മാരുടെ ഭാര്യമാരും മക്കളും ജലദോഷപ്പനി വന്നാൽ ആശുപത്രിയിലേക്ക് ഓടുന്നു. എന്നിട്ടും അവർ നിങ്ങളുടെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവം വിശ്വാസികളുടെ യൂട്രസിലെ മുഴ പരസ്യമായി പ്രാർത്ഥിച്ച് ഉരുട്ടിക്കളയുന്നു. ബ്രെയിൻ ട്യൂമറും ക്യാൻസറും വരെ ഇവന്മാർ പ്രാർത്ഥിച്ചു മാറ്റുന്നു. പക്ഷേ ഇവന്മാരുടെ ഭാര്യമാരുടെ യൂട്രസിലെ മുഴ രഹസ്യമായി പേരുകേട്ട ലാപ്രോസ്കോപ്പിക് സർജന്മാരെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുന്നു. സൂത്രം ഇവന്മാർക്ക് കൂടുതൽ പണം വാരിയെറിയുന്നവൻ കൂടുതൽ അനുഗ്രഹീതനും സ്നേഹിതനുമാകുന്നു. അവന് വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുവാനും സ്റ്റേജിൽ ഒന്ന് കയറി ഇറങ്ങുവാനും ചാൻസ് കൊടുക്കുമ്പോൾ അവൻ പാച്ചറിന്റെ പോക്കറ്റിൽ വീണ്ടും പണം തിരുകുന്നു. സൂത്രം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നവന്മാർ, ക്രൈസ്തവ ഗോളത്തിലേക്ക് തൊണ്ടത്തൊഴിലാളികളായി എത്തിയവന്മാർ ഇന്ന്
രമ്യഹർമ്മ്യങ്ങളിൽ കോടികൾ വിൽമതിക്കുന്ന നിക്ഷേപങ്ങളുമായി അടിപൊളിയായി ജീവിതം ആസ്വദിക്കുന്നു. കള്ളും പെണ്ണുമൊക്കെ രഹസ്യ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം. ഇനി ഒരു മൂത്ത കള്ളനെ കൊണ്ടുവന്ന് ടിനു അവന്റെ പൈശാചിക കേന്ദ്രം പണിയുവാൻ കോടികൾ പിരിക്കുവാൻ നടത്തുന്ന ഒരു നാടകം കാണുക. ഇത്രയുമൊക്കെ പറയുന്ന ആ മൂത്ത കള്ളൻ എത്രയാണ് കൊടുക്കുന്നത് എന്ന് കാണുക. 1 രൂപ. മുണ്ണക്കുഞ്ഞാടുകൾ കൊടുക്കേണ്ടുന്നത് അവരുടെ 1 മാസത്തെ അധ്വാന ഫലം. 10 മടങ്ങ് തിരികെ കിട്ടും എന്ന് ഗ്യാരണ്ടി പറയുന്നവൻ തന്നെ കൊടുക്കുന്നത് കാണുക. 1 രൂപ. പൊന്നുമോനെ, ചർച്ച് പണിയാനുള്ള രൂപ എല്ലാം ഉണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് അവരുടെ കയ്യിലാണ്. നമുക്ക് വേണ്ടി ചർച്ച് പണിയുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ, ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാണ് വേണ്ടിയേ? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപയുടെ 8 കോടി രൂപ. വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരും കൂടെ 1 മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാറുണ്ട്. എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ 1 മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. I receive it, this uncle. I receive it in the name of Jesus. ദൈവം അത് ചെയ്യും. അങ്കിൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാനത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും, ഞാനും എൻ്റെ ജനവും, ഞാനും ഈ കൂട്ടവും, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ വാച്ച് ചെയ്യുന്നവരും ഇത് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഈ 1 രൂപ കോടികളാക്കി ദൈവം സഭ പണിയാൻ, ആലയം പണിയാൻ, ചർച്ച് പണിയാൻ, യഹോവയ്ക്കൊരു ആലയം പണിയാൻ ദൈവം സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് സ്വീകരിച്ച് നന്ദി പറയുന്നു. ഈ സഭ അന്ത്യോക്യ സഭയാണ്. യെരുശലേമിലെ സഭയല്ല, അന്ത്യോക്യ സഭയാണ്. ഇത് സംഭവിക്കട്ടെ. ഇവന്റെയൊക്കെ പുറകെ പോകുന്ന എൻ്റെ മുണ്ണക്കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെന്ന് ബോധം വരും? മുടി കൊഴിഞ്ഞ് വിഗും വെച്ച്, കാഴ്ചശക്തി പോയി, കണ്ണടയും വെച്ച്, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ബ്യൂട്ടി പാർലറും പോയി, പ്രോസ്പെരിറ്റി കച്ചവടം നടത്തുന്ന ഈ ഗജഫ്രോഡിനെ നിങ്ങൾ തിരിച്ചറിയുക. നാട്ടുകാരെ പറ്റിക്കുന്ന ഇവനെയും ഇവന്റെ പങ്ക് കച്ചവടക്കാരനായ ആ വ്യഭിചാരിയായ മന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക. ഒരു കാര്യം ഓർക്കുക, ഇവന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ മുണ്ണക്കുഞ്ഞാടുകൾ ഉള്ളിടത്തോളം കാലം മാത്രമേ ഇവന്റെ കച്ചവടം നടക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവൻ അടുത്ത നമ്പറുമായി വരും. ദൈവാത്മാവിനെതിരെയുള്ള പൈശാചിക ശക്തികളുടെ പ്രതിപ്രവർത്തനമാണ് ഇതെല്ലാം എന്നും പറഞ്ഞ് ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.